ഇന്നൊരു കിടിലൻ ഐറ്റത്തെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം. അല്ല, ഒരു ചേമ്പാണ്. ചേമ്പ് അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള, അതായത് ചേമ്പുകളുടെയൊക്കെ മുതുമുത്തശ്ശി എന്ന് പറയാവുന്ന ഒരു ചേമ്പിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ ആയിട്ട് പോയാലോ. രാവിലെ എന്തോടാ സെൽഫി എടുക്കുന്ന ചേമ്പിന്റെ ഒക്കെ ചോട്ടിൽ വന്നിട്ടുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മരിച്ചവരുടെ കുഴിമാടത്തിലൊക്കെ വെക്കില്ലേ, മാറാൻ ചേമ്പ് എന്ന് പറയുന്ന ചേമ്പ്, അത് തന്നെയാണ് ഇത്. പക്ഷെ ഇത് ഇത്രയും വലുതായി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ എവിടെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നശിച്ചു പോകും. അല്ലെങ്കിൽ പറിച്ചാണേലും കളയും കുറെ നാൾ കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഇത് നമ്മളിങ്ങനെ വളർത്തി നിർത്തിയേക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴ കൊള്ളാതെ, അല്ലെങ്കിൽ ചേമ്പിന്റെ പ്രത്യേകത തന്നെ അതാണല്ലോ, മഴവെള്ളം ഒരു തുള്ളി പോലും അതിൽ ഉണ്ടാവില്ല എന്നുള്ളത്. ഇതിലല്ല, ഈ ഒരു വില എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്ക് സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. കാരണം 2.5 അടിയൊക്കെ വലിപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സുഖമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഈ ഇലയിൽ. ഇങ്ങനെ മഴ കൊള്ളാതെ എങ്ങോട്ടേലും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും ഒക്കെ പോകാനായിട്ട് നമുക്ക് പറ്റും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ടോ ഇവിടെ. നമ്മുടെ മയങ്കോണസിൽ തന്നെ ഉണ്ട് കുറെ ടൈപ്പ് ചേമ്പുകൾ വരുന്നുണ്ട്. എന്താണ് ആനച്ചേമ്പ്, വെട്ടുചേമ്പ്, കാട്ടുചേമ്പ്, പിന്നെന്തോ വയലറ്റ് കളറിലെ വലിയ വയലറ്റ് കളർ. അതിനകത്ത് കണ്ടൊക്കെ വയലറ്റ് കളറായിരുന്നു. അതേപോലെ തന്നെ പുള്ളിക്കുത്തുള്ള ചേമ്പ്, വർണ്ണച്ചേമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലയിലൊക്കെ ഇങ്ങനെ ഡിസൈൻസ് ഉണ്ടാവും. പിന്നെ സാമ്പാർ ചേമ്പുണ്ട്, മാറാൻ ചേമ്പുണ്ട്, കറി വയ്ക്കുന്ന ചേമ്പ്. പിന്നെ ചേമ്പിന്റെ കിഴങ്ങ്, അതേപോലെ അതിന്റെ തണ്ട്. ഏറ്റവും എന്താണ് സാമ്പാർ ചേമ്പിന്റെ ഒക്കെ നമ്മൾ കൂമ്പല വരെ പണ്ടുള്ള മുത്തശ്ശിമാരെ, ഞങ്ങളുടെയൊക്കെ മുത്തശ്ശി കറി വയ്ക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ മുത്തശ്ശി പണ്ട് സ്ഥിരം കറി വയ്ക്കുന്ന സാധനങ്ങളാണ്. കാരണം കർക്കിടക മാസമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറി വയ്ക്കാൻ അന്നത്തെ കാലത്ത് കുറവാണല്ലോ. അപ്പം സാമ്പാർ വയ്ക്കും, അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കും. സാമ്പാർ ഈ താളും പരിപ്പും കൂടെ ഒക്കെ കറി വയ്ക്കും. തോരൻ ഉണ്ടാക്കും. അതേപോലെ തന്നെ പുളിങ്കറി, പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കണ കറിയില്ല, അങ്ങനെ അതൊക്കെ ഉണ്ടാക്കും. എന്തോരം വെറൈറ്റി. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടാതെ വരുന്നത്. കാരണം അന്നൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് പുച്ഛോ വേണ്ട. ഇപ്പൊ പക്ഷെ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാ സാധനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഇതിന്റെ ഈ തണ്ടുകൾ കണ്ടിട്ടാണ് നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതിന്റെ ബാക്ക് വശം കണ്ടോ, ഈ ഞരമ്പുകൾ ഇങ്ങനെ കിടക്കണത് ഈ ഇവിടെ ഒക്കെ കണ്ടോ. ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന നല്ല കട്ടിയുള്ള ഞരമ്പായിരിക്കും ഇതിന്റെ. അതുപോലെ തണ്ട്, ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന പോലെ ഇതിന്റെ ഇലയുടെ ഇതൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും. അങ്ങനെയാണ്. ഇത് കറി വയ്ക്കാൻ പറ്റില്ല. മാറാൻ ചേമ്പല്ലേ. പിന്നെ ഇതിന്റെ ഇല കണ്ടോ, ഇതിന്റെ ഇലയുടെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ ഒരു വേവ് പോലെ ഇങ്ങനെ കർവ് ചെയ്ത് നല്ല ഭംഗിയായത്. ഇത് ഈ ചേമ്പിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ ഇല ഇങ്ങനെ ഇരിക്കുന്നത് വ്യത്യസ്തതയാണ്. അതുപോലെ തന്നെ നല്ല വലിപ്പവും. തണ്ടിന്റെ ഒക്കെ വലിപ്പം കണ്ടോ, എനിക്ക് തോന്നുന്നു എന്റെ കൈയുടെക്കായാലും വലിപ്പമുണ്ട്. ഇത് കണ്ടോ ഈ തണ്ടിന്, എന്റെ കൈയേക്കായാലും വണ്ണമുണ്ട് ഇതിന്റെ തണ്ടിന്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ലീഫ് ഞാനിവിടെ കയറി നിന്ന് കഴിഞ്ഞത് ഇതിന്റെ ചോട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്നൊക്കെ അത്രയും കൂടെ വലിപ്പം വയ്ക്കും. എനിക്ക് തോന്നുന്നു ഒരു 6 അടിയൊക്കെ വലിപ്പം വയ്ക്കുമെന്ന് തോന്നുന്നു ഇതിന്റെ ഇലയ്ക്ക്. അത്രയും വലിപ്പമുണ്ട് ഇതിന്റെ ഇലയ്ക്കും അതേപോലെ തണ്ടിനും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വിത്തുകളല്ല, കണ്ടോ ഇത് കണ്ടോ, ഇത് അതിന്റെ തടയാണ്. തടയെന്നാ പറയുന്നത്. തട കറി വയ്ക്കാനൊക്കെ എടുക്കും. ഇതിന് ഈ തടയാണ് ഇങ്ങനെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് എത്ര ഭയങ്കര വലിപ്പം വയ്ക്കുന്നതാ. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവില് ഇവിടെ ആരും അങ്ങനെ ഈ സാധനം കഴിച്ച് കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ ചില സ്ഥലത്തൊക്കെ പല പ്രദേശങ്ങളിലൊക്കെ കഴിക്കുന്നത്. ഇപ്പൊ എൻ്റെ കസിൻസ് ഒക്കെ പറഞ്ഞ്, അമ്മാവനൊക്കെ ഇങ്ങനെ വരുമ്പോൾ പറയാറുണ്ടായിരുന്നു ഇതിങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണ്, ഇത് പല സ്ഥലങ്ങളിലും കഴിക്കുന്നുണ്ടെന്നുള്ളത്. അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടൊക്കെ പുഴുങ്ങിയോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ, എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. ചില സ്ഥലങ്ങളിൽ ഇത് കഴിക്കാറുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മാറാൻ ചേമ്പായതുകൊണ്ട് നമ്മൾ എന്താണ് ഈ പട്ടടയിലൊക്കെ വയ്ക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ കഴിക്കാത്തത്. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. ഇതങ്ങനെ കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ മാംഗോ മെഡോസിൽ ഒരുപാട് ടൈപ്പ് ചേമ്പുകളുണ്ട്. ഈ എല്ലാ ചേമ്പുകളും കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരു വീഡിയോയിൽ തീരില്ല. അത് ഭയങ്കര ലെങ്തി ആവും. പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് ഫുള്ളി കൺഫ്യൂഷൻ ആവും ഇതെന്താണെന്നുള്ളത്, ഏതൊക്കെ ചേമ്പാണ് എന്താണെന്നുള്ളത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അപ്പം നമ്മൾ ഓരോ ചേമ്പുകളും ഓരോ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു പോയാൽ മതി. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിരിക്കും എന്ന് മാത്രം. അപ്പം അങ്ങനെയുള്ള ഓരോ ചേമ്പിനെയും നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്താം. ചെവിയുടെ ഷേപ്പ് ഉണ്ടല്ലേ, അത് കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ മാറാൻ ചേമ്പെന്ന് വിളിച്ചാലും ഉണ്ടല്ലോ, ഇതിന് ആനച്ചേമ്പെന്നൊരു വിളിപ്പേരുണ്ട്.
അപ്പൊ ഉണ്ട്. കാരണം വെച്ചാൽ ഇതിന്റെ ഇലേനെ ഈ ഷേപ്പ് കൊണ്ടായിരിക്കാം, ആനയുടെ ചേമ്പ് പോലെ ഇരിക്കുന്നത് കൊണ്ടോ അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കും. അല്ല, നമ്മള് മാറാഞ്ചേമ്പെന്നാണ് ഞാൻ കൂടുതൽ പേര് കേട്ടേക്കുന്നത്. പക്ഷെ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരുപാട് ജില്ലകളുണ്ടല്ലോ. അപ്പൊ ഈ ജില്ലകളിലെല്ലാം നമ്മൾ മാറാഞ്ചേമ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പൊ അവർക്ക് പല വിളിപ്പേരുണ്ട്. ചീമച്ചേമ്പെന്നുണ്ട്, മാറാഞ്ചേമ്പ്, അതേപോലെ ആനച്ചേമ്പ്, പാണ്ടിച്ചേമ്പ്, അങ്ങനെ പല പേരുകളിലാണ് ഈ ചേമ്പുകൾ അറിയപ്പെടുന്നത്. പിന്നെയും പേരുകളുണ്ട് കേട്ടോ. മുണ്ടിയാന്ന് വിളിക്കും, ആസാം ചേമ്പ്, ഈയച്ചേമ്പ്, ഈഴച്ചേമ്പ്, കപ്പച്ചേമ്പ്, കഴുങ്ങുചേമ്പ്, മൺകുണ്ടച്ചേമ്പ്, മാറാഞ്ചേമ്പ്, അങ്ങനെ പല പേരുകളാണ് ഈ. കാരണം എനിക്ക് തോന്നുന്നു ഇതിന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കണം ഈ പേരുകൾ ഇങ്ങനെ വരാൻ കാരണം. ഇത് നമ്മുടെ ഈ ചേമ്പുണ്ടല്ലോ, ഏറ്റവും ഫുൾ പൂർണ്ണ വളർച്ചയെത്തി വെക്കുന്ന ഏറ്റവും ടോപ്പ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ വരെ ഹൈറ്റ് വെക്കും. അതേപോലെ തന്നെ ഇലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലയ്ക്ക് 1 മീറ്റർ വരെ, ഇതിന്റെ ഫുൾ ലെങ്ത് പൂർണ്ണ വളർച്ചയെത്തിയ ഇല എന്ന് പറഞ്ഞാൽ 1 മീറ്റർ വരെ ഉണ്ടാവും. ലെങ്ത് 1 മീറ്റർ വരെ ഉണ്ടാവും. നമുക്കൊരു കൊച്ചിനൊക്കെ, ഒരു മീഡിയം കൊച്ചിനൊക്കെ അതിൽ കിടക്കാൻ പറ്റും. അത്രയും വലിപ്പം ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളുടെയൊക്കെ മുത്തശ്ശിമാരൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മൾ പശുവും കാര്യങ്ങളൊക്കെ ഉള്ള സമയം പുല്ലിയെത്താൻ പോകണം, അതേപോലെ ചാണകം വാരാൻ അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് ഈ കയ്യിയുടെ ഇവിടെ കാലിൻ്റെ ഇടയിലൊക്കെ ഈ കുഴുനഖം ഉണ്ടാകും. അതേപോലെ പൊള്ളലൊക്കെ ഉണ്ടാകും. കുഴുനഖം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ അമ്മയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കുഴുനഖം ഭയങ്കര വേദനയായിരിക്കും, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിന്റെ തണ്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കാണാം. കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തുനിന്ന് ആ ഒരു വെള്ള ഇതുപോലെയുള്ള സാധനമാണ് അത് കുറച്ചങ്ങ് തുരന്ന് കളഞ്ഞിട്ട് അത് ആ വേദന എവിടെയുള്ളതാണോ അവിടെ ഇതിങ്ങനെ കയറ്റി വെച്ച് വെക്കും. നമ്മളിങ്ങനെ കയറ്റി വെച്ചുകൊണ്ടിരിക്കും. അത് രാത്രി ഫുള്ളിങ്ങനെ വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും അവർക്ക് വേദന ശരിക്കും കുറയും. പിറ്റേ ദിവസം സിമ്പിളായിട്ട് ചാണാൻ വാരാനും പുല്ലിയെത്താനും ഒക്കെ പോകുന്ന കാണാം. അങ്ങനെയൊക്കെ ഒരു റെമഡി ആയിട്ടൊക്കെ അവർ പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ പൊള്ളലിന് ഇതിന്റെ നീര് തേക്കാൻ നല്ലതാന്ന് പറയും, താളിൻ്റെത്. അതുപോലെ തന്നെ കേട്ടോ, ഇത് കറി വെക്കാം. പക്ഷെ ശ്രീലങ്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം കാണുന്നത്, ശ്രീലങ്കയിലൊക്കെ ഒരുപാട് ഇതുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലും ഉണ്ട്. എങ്കിലും നമ്മൾ കറി വെക്കാൻ ഇങ്ങനെ റെയറായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അവരൊക്കെ ഈ കഴിച്ചിട്ടുള്ളവരൊക്കെ പറയണത്, നമ്മുടെ കസിൻസൊക്കെ പറയണത്, ഇത് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചൊറിച്ചിലുണ്ടാവും, നാക്കിൽ ഇതുണ്ടാകും കറി വയ്ക്കുമ്പോഴത്തേക്കും. ഇപ്പം തടയെടുത്താലും താളെടുത്താലും അതിൻ്റെ ഇല എടുത്താലും ഒക്കെ. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും തിളപ്പിച്ച് ഊറ്റിക്കളയണം. നമ്മൾ ഒഴിച്ച് ഇത് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മുടെ നാക്കൊക്കെ ചൊറിയും. നമ്മൾ ഈ പൈനാപ്പിളൊക്കെ കഴിക്കുമ്പം അതിൻ്റെ ആ നടുക്കത്തെ സാധനം കഴിക്കുമ്പം നാക്ക് ചൊറിയത്തില്ലേ, അല്ലെ ആ മുള്ളൊക്കെ കൊള്ളുമ്പോൾ അതുപോലൊരു ഫീല് നമുക്ക് അങ്ങനെ ആ ഒരു ചൊറിച്ചിലുണ്ടാവും നാക്കയിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ അത് കഴിക്കാൻ പാടുള്ളൂ. ഇവിടെ ഇതിൻ്റെ ശാസ്ത്രീയ നാമം വരുന്നതേ അലോക്കേഷ്യ മാക്രോറൈസ എന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു വയലറ്റ് കളർ ചേമ്പ്, നീ ചോദിച്ചില്ലേ വയലറ്റ് കളറിലെ ചേമ്പുണ്ടോ? അത് നമ്മുടെ തൊട്ടപ്പുറം നിൽപ്പുണ്ട്. ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ ജസ്റ്റ് തൊട്ടപ്പുറയാണ്. നമുക്ക് അവിടെ വരെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. നീ ഇപ്പൊ ഇതിലെ പോകുമ്പോഴേ ഇടയ്ക്ക് ഈ ബോർഡ് ശ്രദ്ധിക്കുമ്പോൾ ഇതിന് താഴെയുള്ള ബോർഡും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സഖാവ് AK ഗോപാലൻ എന്നാണ് അറിയപ്പെടുന്നത്. അതെ, പാവങ്ങളുടെ പടത്തലവൻ. അതേപോലെ തന്നെ പുള്ളി വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് നാട്ടിലേക്ക് വരുന്ന നല്ലൊരു കാര്യം, ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ ഇല്ലേ നമ്മൾ ഫുഡ് കഴിക്കുന്നത് വൈക്കത്തൊക്കെ ഇല്ല, അത് എല്ലായിടത്തും ഉണ്ടല്ലോ ഇന്ത്യൻ കോഫി ഹൗസ്. അപ്പൊ അതിന്റെ സ്ഥാപകനാണ്. ആദ്യമായിട്ട് ആ ഇന്ത്യൻ കോഫി ഹൗസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ആ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്, AK ഗോപാലൻ. പുള്ളി മരിച്ചു പോയതുകൊണ്ട് പുള്ളിയുടെ സ്മരണാർത്ഥമാണ് നമ്മൾ ഈ റോഡിന് AK ഗോപാലൻ റോഡെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ബാക്കിൽ ഫുള്ള് കാപ്പിയാണ്, കാപ്പി മരങ്ങളാണ്, കാപ്പിത്തോട്ടമാണ്. ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഫുൾ ഏരിയ അങ്ങനെ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ആ ബോർഡ് ഇവിടെ നമ്മൾ സ്ഥാപിച്ചേക്കുന്നത്. എല്ലാം ഒരു കോൺസെപ്റ്റ് ബേസ് ആണ്. പിന്നെ നമുക്ക് ആ വൈൽഡ് ചേമ്പ് കാണണ്ടേ, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആ വൈലറ്റ് ചേമ്പെന്ന് പറഞ്ഞ പരിചയപ്പെടുത്താന്ന് പറഞ്ഞ ചേമ്പ് ഇതാണ്. ഇതിന്റെ തണ്ട് കണ്ടോ, തണ്ടിന്റെ ആ ഒരു വയലറ്റ് കളറ് വയലറ്റ് കളറാ വരുന്നത്. അതേപോലെ തന്നെ ലീഫിൽ നോക്കി ആ വയലറ്റ് ഷെയ്ഡ് പച്ചയിലേക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്. ഇതിന്റെ തളിരിലയിലൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് പിടിക്കാനായിട്ട്. ഇത് അതിന്റെ പൂവാണോ? ഇത് അതിന്റെ പൂവാ. ഇതുണ്ടോ ചേമ്പിന്റെ പൂവാ.
ഇത് ഒരെണ്ണം ഉണ്ടായിട്ട് ദേ വാടി പോയിട്ടുണ്ട്. ഇത് കണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇതും ആനച്ചേമ്പിന്റെ ആ വിഭാഗത്തിൽ വരുന്ന ഒരു ചേമ്പ് തന്നെയാണ്. പക്ഷെ ഇതിന് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് വെക്കില്ലേ, അതിന്റെ ഹൈറ്റ് വെക്കുന്ന പോലെ തന്നെ ഹൈറ്റും വെക്കും, ഇല അതുപോലെ തന്നെ ലെങ്ത്തിൽ വളരും. പക്ഷെ ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പറമ്പുകളിലൊക്കെ ചുമ്മാ പിടിച്ചു വരും ചേമ്പ് തന്നെ, എല്ലാ സാമ്പാർ ചേമ്പും അതുപോലെ എല്ലാ ചേമ്പുകളും ചുമ്മാ പിടിച്ചു വരും. പക്ഷെ ഇത് മാത്രം വെയിലത്ത് വളരില്ല. ഇതിന് അങ്ങനത്തെ ഒരു പ്രത്യേകത. തണുപ്പ് വേണമെന്ന് പറഞ്ഞാൽ തണുപ്പുള്ള പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴ സമയത്താണ്. മഴ സമയത്താണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഈ തണലുള്ള ഏരിയയിൽ ഇത് കൊണ്ട് കൂളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പൊ അതിന് വയലറ്റ് ചേമ്പ് കണ്ടില്ലെന്ന് നീ പറയുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ഒരേ വിഭാഗത്തിൽ പെടുന്നതാണ്. ആനച്ചേമ്പ് എന്നുള്ള വിളിപ്പേരുള്ളതാണ്. ഇതിന്റെ കളറിലും വ്യത്യാസമുണ്ട്, പക്ഷേ ശാസ്ത്രീയ നാമവും വ്യത്യാസമുണ്ട്. ഇതിന്റെ പേര് ശാസ്ത്രീയ നാമം അലോക്കേഷ്യ പ്ലുംബിയ എന്നാണ് അറിയപ്പെടുന്നത്. പ്ലുംബിയ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇനി ആ ചേമ്പും ഈ ചേമ്പും മാറിപ്പോകരുത്. ഇനി കാണുമ്പോൾ നിനക്കും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇന്ന സംഭവം ഇതാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ചേമ്പ് നീ ഇതെല്ലാവർക്കും ഇനി ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കുമല്ലോ? ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ എന്തിനാ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ചേമ്പുകളുടെ മുതുമുത്തശ്ശിയാണിത്. അങ്ങനത്തെ ഒരു ചേമ്പാണ് ഈ ചേമ്പ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചേമ്പൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതൊരു പുച്ഛവാ. ശരിക്കും നമുക്ക് കേരളത്തിൽ ജൈവ വൈവിധ്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമുക്ക് കഴിക്കാനുള്ള ആഹാരങ്ങൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവിയാണ് നമ്മുടെ മുത്തശ്ശിയുടെ ഒക്കെ കാലഘട്ടം. കാരണം നിനക്കും ഒക്കെ നിന്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാവുമല്ലോ. കാരണം ആഹാരം കഴിക്കാൻ നിവൃത്തി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും ഇതുപോലുള്ള ഈ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു അവരുടെ ആഹാരം. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ഒരുപാട് ഹെൽത്തി ആയിരുന്നു. ഹെൽത്ത് ഈസ് എ വെൽത്ത്. അതുകൊണ്ട് അവര് ഇപ്പോഴും നമ്മുടെ പഴയ തലമുറക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം അവർക്ക് ഭയങ്കര ആരോഗ്യപരമാണ്. അപ്പൊ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം റെഡി ടു എന്താണ് ഒന്ന് മൊബൈൽ ഞെക്കിയാൽ സാധനം നമ്മുടെ വീട്ടിലെത്തും. ശരിക്കും പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ അത് നമ്മൾ മുന്നോട്ട് വന്നു. പക്ഷെ ആരോഗ്യ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പുറകോട്ടാണ്. അപ്പോൾ അടുത്ത ഒരു ചേമ്പിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.